ഏവർക്കും സ്നേഹവന്ദനം. സമ്മിശ്രമായ വികാരത്തോടുകൂടിയാണ് നിങ്ങളുമായി ഈ വീഡിയോ പങ്കിടുന്നത്. വിദൂര ദേശങ്ങളിൽ അവസരം തേടുന്ന നിരവധി മലയാളികളുടെ പ്രതീക്ഷകളെയും ദുർബലതകളെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് നിമിഷപ്രിയയുടെ കഥ എന്നുള്ളത് നമുക്കറിയാം. മെച്ചപ്പെട്ട ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായിട്ട് തനിക്കും തൻ്റെ കുടുംബത്തിനും ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടി അവർ യമനിലേക്ക് പുറപ്പെട്ടു. ഈ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനായി യമൻ പൗരനായിരുന്ന തലാൽ അബ്ദോ മഹദിയുമായിട്ട് ചേർന്ന് ഒരു ബിസിനസ് ചെയ്യുവാൻ തക്കവണ്ണം റെഡിയായിത്തീർന്നു. എന്നാൽ ആ ബിസിനസ്സിൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മരണത്തിലാണ് അത് കലാശിച്ചത്. അവരുടെ തൊഴിൽ പങ്കാളിയായിട്ടുള്ള ആ വ്യക്തി പ്രിയയെ മാരകമായി പല രീതിയിൽ ഉപദ്രവിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്തുവെന്ന് നിമിഷപ്രിയ പറയുന്നുണ്ട്. ഇത് നിമിഷപ്രിയയെ ക്രിമിനൽ കൊലപാതകത്തിലേക്ക് നയിച്ചു. എന്നാൽ നിമിഷപ്രിയ അല്ല ഈ ക്രൂരത ചെയ്തതെന്നും അവളെ സഹായിക്കാൻ വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കുന്ന സനാൻ എന്ന തൻ്റെ സഹായിയാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്നും ഉള്ള ഒരു റിപ്പോർട്ടും കൂടെ വരുന്നുണ്ട്. അതും അവിടുത്തെ ഒരു സെക്യൂരിറ്റിയുടെ സഹായത്തോടെയും ഉപദേശത്താലുമാണ് ഇത്തരത്തിലുള്ള ഒരനുഭവത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് ഇപ്പോൾ ഇറ്റലിയിൽ അധ്യാപികയായി പ്രവർത്തിക്കുന്ന മലയാളിയായ കൃപ മരിയ നിമിഷപ്രിയവുമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂവിൽ നിന്നുള്ള വിവരമായിട്ട് പങ്കുവയ്ക്കുന്നു. ഞാൻ ഈ കൃപ മരിയയുടെ ഇൻ്റർവ്യൂ ചെയ്ത കാര്യങ്ങളെ കേട്ടത് ജനം ചാനലിൽ നിന്നാണ്. ജനം ചാനലിൽ ഇന്നലെ അവർ നടത്തിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ തുടർന്നുള്ള വിചാരണകളും ശിക്ഷയും വധശിക്ഷയും വിവരണാതീതമായി ദാരുണമായി തന്നെ തുടരുന്നു. യമൻ നിയമവ്യവസ്ഥയുടെ സങ്കീർണതകൾ, പ്രത്യേകിച്ച് ശരീഅത്ത് നിയമത്തോടുള്ള അതിൻ്റെ കീഴ്വഴക്കങ്ങൾ നമ്മുടേതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെങ്കിലും അടിയന്തര മാനുഷിക പരിഗണനകളും നമ്മുടെ പരമാവധി ശ്രദ്ധയും സഹാനുഭൂതിയും നിമിഷപ്രിയയുടെ മോചനത്തിന് വളരെ അത്യാവശ്യമായിട്ട് തോന്നുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടാകാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റെഫ്യൂട്ട് ചെയ്യാനായിട്ടുണ്ടാകാം. ശ്രീജിത്ത് പണിക്കർ പറയുന്ന പോലൊക്കെ അവർ കൊടും കുറ്റവാളി തന്നെ ആയിരുന്നിരിക്കാം, അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യം, അവരുടെ അപകടകരമായ സാഹചര്യത്തിൻ്റെ കാതൽ ബ്ലഡ് മണി അല്ലെങ്കിൽ ദിയ എന്ന ആശയത്തിലാണ് ഇപ്പോൾ അവരുടെ ജീവിതം ഒതുങ്ങിക്കഴിയുന്നത്. ശരീഅത്ത് നിയമപ്രകാരം മാപ്പ് നൽകുന്നതിനുള്ള ഒരു മാർഗമാണിത്. അതിലൂടെ ഇരയുടെ കുടുംബത്തിന് വധശിക്ഷയ്ക്ക് പകരം സാമ്പത്തിക നഷ്ടപരിഹാരം സ്വീകരിക്കാം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തലാലിൻ്റെ സഹോദരൻ അല്പം അസ്വസ്ഥത വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം ബ്ലഡ് മണി വാങ്ങി അവരെ സ്പെയർ ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത അവരുടെ ഇടയിൽ, അവരുടെ നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടാകും എന്നുള്ള ഒരു തെറ്റായ ധാരണ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആരോ കുത്തിച്ചെലുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മളിവിടെയൊക്കെ സംസാരിക്കുന്ന മലയാളത്തിലൊക്കെ പറയുന്ന കാര്യങ്ങളെ അവരുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി, അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി അത് വളരെ വേദനാക്കുന്ന തരത്തിൽ, അവരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിലൊക്കെ അത് പരിഭാഷപ്പെടുത്തി കൊടുക്കുന്ന മലയാളികളായിട്ടുള്ള ആളുകളും അവിടെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. എന്തായിരുന്നാലും അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഒരു മനുഷ്യ ജീവിതത്തിന് കൊടുക്കേണ്ടുന്ന വിലയും നിലയും എത്ര വലുതാണെന്നുള്ളത് അറിയണം. തീർച്ചയായിട്ടും നിമിഷപ്രിയ ചെയ്തതിനെ ഒന്നും തന്നെ ന്യായീകരിച്ചുകൊണ്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. മറിച്ച് ഗവൺമെൻറ്റും അതേപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുമൊക്കെ, ഇന്ത്യയുടെ ആളുകളൊക്കെ കൂട്ടായിട്ട് ശ്രമിച്ചുകൊണ്ട് ഇപ്പോഴും അവരെ ഈ വഴിയിലേക്ക്, ഈ ബ്ലഡ് മണിയും കൊടുത്തതിന് ശേഷം അവരെ സ്പെയർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നടപ്പിൽ വരും എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. വാഗ്ദാനം ചെയ്ത തുക കുടുംബം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അവർ നിർബന്ധം പിടിക്കുന്നതായിട്ട് ചില ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. BBC ന്യൂസൊക്കെ അത് പുറത്തുവിട്ടിരുന്നു. ഇന്നലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന വധശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. അതൊരു വലിയ താൽക്കാലികമായിട്ടുള്ള മാറ്റിവെക്കൽ ഒരു വലിയ പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് നാം ഫലപ്രദമായി മുന്നോട്ട് പോകണം. കാരണം ഇത് വിലയേറിയ ഒരവസരത്തിൻ്റെ ഒരു ചെറിയ വെളിച്ചം മാത്രമാണ്. അത് നമ്മൾ ഉപയോഗിക്കുക തന്നെ ചെയ്യണം. നിമിഷപ്രിയയുടെ വീണ്ടെടുപ്പിലേക്കുള്ള പാത വളരെ ദുഷ്കരമായിരുന്നു നമുക്കറിയാം. കാരണം യമനിലെ ആഭ്യന്തര യുദ്ധവും അധികാരികൾ അവരെ തടവിൽ വെച്ചിരിക്കുന്നതിൻ്റെ ക്രമരഹിതവുമായ സാഹചര്യവും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസി രാജ്യത്തെ പ്രതികൂലമായ ഒരു രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യം കാരണം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റുകയും, അവിടെ യമനിൽ നമുക്ക് എംബസി ഇല്ല, അത് അവിടെ നിന്ന് പുറത്തേക്ക് മാറ്റി 2015 ഏപ്രിൽ മുതൽ വടക്കേ ആഫ്രിക്കയിലെ ജിബൂട്ടിയിലുള്ള ഒരു ക്യാമ്പ് ഓഫീസിൽ വെച്ചാണത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള സങ്കീർണമായ സാഹചര്യങ്ങളിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിവുകൾ കിട്ടുന്നുണ്ട്. അടിയന്തര ആവശ്യത്തിൽ പ്രവർത്തന പരിമിതി നിർഭാഗ്യവശാൽ ഇതുവരെയുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ഫലപ്രാപ്തിയെ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൽ കൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരു ദുഷ്കരമായ സാഹചര്യത്തിലാണ് നമ്മുടെ ഗ്രാൻഡ് മുഫ്തിയുടെ ഇടപെടൽ ഇതിനകത്തുണ്ടാകുന്നത്. അത് നമുക്ക് വലിയ ഒരു ആശ്വാസം തന്നെയാണ്. വെല്ലുവിളി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് പ്രതീക്ഷയുടെ പുതിയൊരു നാളം ഉയർന്നു വന്നിരിക്കുന്നത്. അഖിലേന്ത്യാ സുന്നി ജമാഅത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും ജാമ്യ മർക്കസിൻ്റെ ചാൻസലറുമായ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ആ വലിയ മനുഷ്യൻ്റെ ഇടപെടൽ ബഹുമാനപ്പെട്ട യമൻ സൂഫി ഇസ്ലാമിക പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസുമായിട്ടുള്ള ആ ദീർഘകാല സൗഹാർദ്ദത്തിലൂടെ പ്രതീക്ഷയുടെ ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ഒരു നേർത്ത കിരണം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർണായക ശ്രമങ്ങളുടെ വിജയത്തിനായിട്ട് കേരളം ഒരുമിച്ച് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമാണിത്. ഇതിനകത്ത് മതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാനും വെറുപ്പും വിദ്വേഷവും വളർത്താനുമുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. ചില ആളുകൾ വളരെ മൃഗീയമായി തന്നെ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇടപെട്ടു. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു മൈൽഡായിട്ടുള്ള ഒരു വിധിയായിരിക്കും വരുന്നത്. അത് അവരെ കൊല്ലാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ അവരുടെ കഴുത്ത് വെട്ടുകയില്ല എന്നുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മതചിന്ത ഉള്ള ചില ആളുകൾ, അത് ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, അങ്ങനെയുള്ള മതചിന്തയുള്ള ആളുകൾ അദ്ദേഹം മുഴുവൻ ക്രെഡിറ്റും കൊണ്ടുപോകുമെന്നുള്ള ഒരു തെറ്റായ ധാരണയോടുകൂടെ വളരെ മോശമായി തന്നെ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ശ്രീജിത്ത് പണിക്കർ ചെയ്ത വീഡിയോ കണ്ടിട്ടാണ് ഈ വീഡിയോയും കൂടെ ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കരെ, അവർ കുറ്റവാളിയായിരിക്കും, പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതം സർവ്വലോകത്തെക്കാളും വിലയേറിയതാണെന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യരുടെ ജീവനെ എടുക്കാൻ അവകാശമില്ല. മറിച്ച് അവരുടെ ശിക്ഷ വേണമെങ്കിൽ നീട്ടിക്കൊടുക്കാം. അവർ തടവിൽ കഴിയുകയാണെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വാദം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഓർക്കണം, ആരോപിക്കപ്പെടുന്ന ഏതെങ്കിലും തെറ്റിനെ അംഗീകരിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ജീവിക്കാനുള്ള മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനെ കുറിച്ചും നിമിഷപ്രിയയുടെ ശിക്ഷയ്ക്ക് ഇളവ് നേടുന്നതിനായി സാധ്യമായ എല്ലാ നയതന്ത്ര മാനുഷിക മാർഗങ്ങളും തുടർന്നും ആരായുന്നതിനും വേണ്ടിയാണ് ഈ ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തേണ്ടത്. രാഷ്ട്രീയ അസ്ഥിരതയും വ്യത്യസ്തമായ നിയമ ചട്ടക്കൂടുകളും നിറഞ്ഞ പ്രദേശങ്ങളിൽ വിദേശത്ത് ഭാഗ്യം തേടുന്ന നമ്മുടെ പൗരന്മാരുടെ ജീവിതത്തിൽ അടിഞ്ഞുകൂടുന്ന സങ്കീർണതകളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ഓർമ്മപ്പെടുത്തലുമാണ്. പ്രിയപ്പെട്ടവരൊക്കെ ഇത് കേൾക്കണം. കാരണം നിമിഷപ്രിയയുടെ കേസ് എന്ന് പറയുന്നത് ഒരു അസാധാരണമായ കാര്യം തന്നെയാണ്. അവർ അനുഭവിച്ചിട്ടുള്ള തീക്ഷ്ണമായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പല മീഡിയയിൽ കൂടെ ഒക്കെ കേട്ടു. മനോരമ ഓൺലൈനിൽ അത് പറഞ്ഞിരുന്നു. BBC അറബി ചാനലിൽ അതിനെക്കുറിച്ച് വളരെ കൃത്യമായ രേഖകളൊക്കെ കൊടുത്തിരുന്നു. അവരുടെ ഇൻ്റർവ്യൂ, അവരെ നിമിഷപ്രിയമായിട്ട് സംസാരിച്ചായിട്ടുള്ള കൃപ മറിയ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രവാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കോൺസുലേറ്റുകൾ ശക്തമായ പിന്തുണയും സജീവമായ ഇടപെടലും നടത്തുവാൻ സാധിക്കണം. പക്ഷേ അങ്ങനെ കോൺസുലേറ്റിന് സാധിച്ചിട്ടില്ല എന്നുള്ള ചെറിയ പരാതികളൊക്കെ പല മേഖലകളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ തങ്ങളാൽ കഴിയാത്തത് മറ്റൊരാൾ ചെയ്ത് കഴിയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ദുഷ്ട മനസ്സ് ഉള്ള ആളുകൾക്ക് നിമിഷപ്രിയ കൊല്ലപ്പെടണം എന്ന് തന്നെ ആയിരിക്കും ചിന്തയുണ്ടാകുക. ഓരോ കാര്യം ഓർക്കണം. മനോനിലയ്ക്ക് കോട്ടം തട്ടിയ ചില മലയാളികളുടെ ഇക്കാര്യത്തിലുള്ള മനോബോധം നിമിഷപ്രിയയുടെയും അവരുടെ മകൾ അടക്കമുള്ള അവരുടെ മാതാവ് എത്രയോ നാളുകളായിട്ട് അവിടെ യമനിൽ പോയി ആ സഹോദരങ്ങളുടെ കാലും കൈ പിടിക്കാനായിട്ട് അവരോട് കരഞ്ഞ് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ സഹോദരിയുടെ മരണശിക്ഷ ഒന്ന് ഒഴിവാക്കി കിട്ടണം, അതുമാത്രമാണ് അവരുടെയും ആഗ്രഹം. അപ്പോൾ അതിനെ ആ പ്രതീക്ഷകളെ ഊതിക്കെടുത്തുവാനായിട്ട് ഇത്തരം ആളുകളുടെ ദുഷ്ടലാക്കുകളൊക്കെ കാരണമാകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരം തന്നെയാണ്. തങ്ങൾ മാത്രമേ ശരിയുള്ളൂ, ശരിയല്ലാത്തവരെല്ലാം വധിക്കപ്പെടട്ടെ എന്ന ഒരു കഠിനമായ അഭിവാഞ്ച അവരുടെ അന്തരംഗങ്ങളിലുണ്ട്. അത് മനസ്സിന് താളം തെറ്റിയതിൻ്റെ ഒരു ഉദാഹരണമായിട്ടൊക്കെയാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അതിന് കാരണം കണ്ടെത്തുന്നവരോ വളരെ വിചിത്രമാണ്. ബഹുമാനപ്പെട്ട AP അബൂബക്കർ ഉസ്താദ്
മൂലം ഇത് പരിഹരിക്കപ്പെടുന്നത് അതങ്ങോട്ട് എന്തോ ഒരു വലിയ പാതകമായിട്ടാണ് ഇത്തരം ഹീനജന്മങ്ങളൊക്കെ കണക്കാക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. നിങ്ങളെ ആ കഷ്ടം എന്നല്ലാതെ നന്മ നിറഞ്ഞ മനസ്സുള്ളവർ എന്തു പറയാനാണ്? അതോടൊപ്പം തന്നെ AP ഉസ്താദിന് ഒരു വലിയ ഹൃദയത്തിൻ്റെ ആഴത്തു നിന്നുള്ള കൂപ്പുകൈ നൽകുകയാണ്. 90 വയസ്സ് കഴിഞ്ഞ് 94ഓളം വയസ്സുള്ള അദ്ദേഹം ഈ പ്രായത്തിലും ആരോഗ്യവാനായിക്കൊണ്ട് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നല്ല സന്തോഷത്തോടുകൂടെ അവരോടൊക്കെ ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ ഇതിനെങ്ങനെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താമെന്നൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അതിനെ നമ്മൾ തെറ്റായി ധരിക്കാനോ അദ്ദേഹം മുതലെടുക്കുന്നു എന്ന് ചിന്തിക്കാനോ പാടുള്ളതല്ല. മറിച്ച് ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ചിന്തിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഒരു ഇടപെടലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂപ്പുകൈകൾ വളരെ യോജ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഈ സമയത്ത് ഗ്രഹാം സ്റ്റെയിൻസിനെയാണ് ഓർക്കുന്നത്. ഞാൻ ഈ സമയത്ത് ഗ്രഹാം സ്റ്റെയിൻസ് കേസും അതേപോലെ തന്നെ ഗ്ലാഡീസ് സ്റ്റെയിൻസ് നൽകിയതായിട്ടുള്ള പ്രതികരണവും ഓർക്കുകയാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഗ്രഹാം സ്റ്റെയിൻസ് ഒരു ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു. ഭാര്യ ഗ്ലാഡീസ് സ്റ്റെയിൻസും 3 മക്കളും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത്. സ്റ്റെയിൻസ് ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിൽ കുഷ്ഠരോഗ ബാധിതർക്കിടയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ കേൾക്കണമെന്ന്, ഗ്രാമീണർക്കിടയിൽ മാനവ സ്നേഹത്തോടെ പ്രവർത്തിച്ച അദ്ദേഹം 34 വർഷം ഇന്ത്യയിലെ വളരെ സ്നേഹത്തോടുകൂടെ പ്രവർത്തിച്ചു എന്നുള്ളത് മറന്നുപോകരുത്. എന്നാൽ അങ്ങനെയുള്ള സമയത്താണ് ആ ഭീകരമായ കൊലപാതകം നടക്കുന്നത്. 1999 ജനുവരി 22 അതിഭീകരമായ ആ സംഭവം. ഒഡീസയിലെ മയൂർഭഞ്ച് ജില്ലയിലെ മനോഹർപൂരിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ശേഷം സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ 2 പിഞ്ചോമനകളായിരിക്കുന്ന ഫിലിപ്പ് 10 വയസ്സുകാരൻ, അതേപോലെ 6 വയസ്സുകാരനായ ടിമോത്തി അവരോടൊപ്പം ഒരു വാഗനറിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ദാരാസിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഹിന്ദുത്വ തീവ്രവാദികൾ വാഹനം കത്തിച്ചു. ശ്രീജിത്ത് പണിക്കരും മറ്റും ഓർക്കണം. അത് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് വായിക്കണം ആ സംഭവം. അവർ വാഹനത്തിനുള്ളിൽ നിന്നും പുറത്തു വരാൻ ശ്രമിച്ചപ്പോൾ ശൂലം കൊണ്ട് കുത്തി തീയിലേക്ക് അവരെ ഇട്ടപ്പോൾ ആ പിഞ്ചോമനകളെ ഫിലിപ്പിനെയും തിമോത്തിയെയും തൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ച പിതാവായ സ്റ്റെയിൻസ്, ഒരു തെറ്റും ചെയ്യാത്ത 2 പിഞ്ചോമനകളും ആ തീയിൽ വെന്തു മരിച്ചു എന്നുള്ളത് ശ്രീജിത്ത് മണിക്കരെ താങ്കൾ മറന്നു പോകരുത്. ഇന്ത്യ നടുക്കിയ സംഭവമാണത്. ഈ ക്രൂരത രാജ്യത്തെ മുഴുവനായും ഒരുപോലെ നടുക്കി. അങ്ങ് നടുങ്ങിയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ സംഭവം വ്യാപകമായി റിപ്പോർട്ട് ചെയ്തു. ക്രിസ്തീയ പ്രവർത്തകർ, മനുഷ്യാവകാശ സംഘടനകൾ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേര് ഈ സംഭവത്തെ ശക്തമായി അപലപിച്ചു. ഗ്ലാഡീസ് സ്റ്റെയിൻസിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളത് താങ്കൾ ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കണം. ഗ്ലാഡീസ് ഭർത്താവിനെയും 2 മക്കളെയും നഷ്ടപ്പെട്ടിട്ടും പ്രത്യക്ഷമായ ഭീകരതയ്ക്കും ക്രൂരതയ്ക്കും മറുപടി കൊടുക്കുന്നത് അത്ഭുതകരമായിട്ടാണ്. ഒരു ക്ഷമയുടെ മഹത്വമാണ് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് അവർ പറഞ്ഞതെന്നറിയാമോ? I forgive the killers. I have no bitterness. I have no hatred in my heart. ഞാൻ കൊലയാളികളോട് ക്ഷമിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ആ കൊലയാളികളോട് പകയോ വെറുപ്പോ ഇല്ല. ഞാൻ ആ കൊലയാളികളോട് ക്ഷമിക്കുന്നു. ആ കൊലയാളികളോട് എൻ്റെ മനസ്സിൽ ഒരല്പം പോലും പകയോ ഒരല്പം പോലും വെറുപ്പോ ഇല്ല എന്ന് പറയണമെങ്കിൽ ഈ പ്രസ്താവന ഇന്ത്യൻ ജനതയെ അതിശയിപ്പിച്ചു. അത് പറയാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് അറിയണ്ടേ? അത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ നാശമല്ല പ്രതീക്ഷിക്കാൻ കഴിയുന്നത്, മറ്റുള്ളവരുടെ നന്മയാണ്. ആ കൊലപാതകം നടന്നു, റിയാൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ വിധികളൊക്കെ വന്നിരിക്കുന്നത്. അവർക്ക് അവരുടെ ഭാഷയിലെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, നമുക്കറിയാം. അവർക്ക് കിട്ടിയിരുന്നായിട്ടുള്ള ലോയർ അത് ജൂനിയറായിരുന്നു. ആ ലോയർ വേണ്ടത്ര വിധത്തിൽ ഈ കേസുമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ഞാൻ കേട്ട ഇൻ്റർവ്യൂവിൽ പ്രിയപ്പെട്ട മരിയ പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട. അല്ലെങ്കിൽ തന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു അവസരമുണ്ടെങ്കിൽ ഒന്ന് ഓർക്കണം. ഒരു അവസരം ഈ പ്രിയയ്ക്ക്, നിമിഷപ്രിയയ്ക്ക് രക്ഷപ്പെടാനുണ്ടെങ്കിൽ അവരെ ജയിലിൽ നിന്ന് വിടണമെന്നല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. മറിച്ച് അവരെ കൊലപാതകത്തിൽ നിന്ന്, അവരെ കൊല്ലുന്നതിൽ നിന്ന്, കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് മാത്രമാണ് എൻ്റെ ആവശ്യം. ദൈവസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായിരുന്നു ഗ്ലാഡീസ് എന്നുള്ളത് മറന്നുപോയത്. കൂടാതെ ഇന്ത്യയിൽ തുടരാനെടുത്ത അവരുടെ തീരുമാനം കൂടെ നിങ്ങൾ അറിയണം. നിരവധി ആളുകൾ അവരുടെ സുരക്ഷയ്ക്ക് ആശങ്ക പ്രകടിപ്പിച്ചിട്ടും ഗ്ലാഡീസും തൻ്റെ മകൾ എസ്റ്റീറിനൊപ്പം ഇന്ത്യയിൽ തുടരുകയും തൻ്റെ കർത്താവിൻ്റെ സേവന പ്രവർത്തനം തുടരുകയുമായിരുന്നു. നിങ്ങൾക്കറിയാം,
അവരെ 2005 ഇന്ത്യൻ സർക്കാർ പത്മശ്രീ ബഹുമതിയോടെ ആദരിച്ചു. സംഭവത്തിൻ്റെ നിയമപരമായ വസ്തുതകളെക്കുറിച്ചും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ദാരാ സിംഗ് എന്ന പ്രതിയെ പ്രധാന കുറ്റവാളിയാക്കി തിരിച്ചറിഞ്ഞു. ആദ്യം അദ്ദേഹത്തിന് മരണശിക്ഷ വിധിക്കപ്പെട്ടു. പക്ഷേ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പിന്നീട് അതിനെ ആജീവനാന്തം ശിക്ഷയായി കുറച്ചു. കാരണം ഈ ഗ്ലാഡീസിൻ്റെയും മകളുടെയും ഭാഗത്തുനിന്ന് ഒരു നീക്കം പോലും അവർക്കെതിരെ ഉണ്ടായില്ല, ആ കുറ്റവാളികൾക്കെതിരെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവർ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തവരാണ് ശ്രീമതി ഗ്ലാഡീസും അവരുടെ മകൾ എസ്തേറും. ആ വിവരം അറിഞ്ഞ് അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സഭാവിശ്വാസികളും ഓർക്കണം, ആ പ്രദേശത്ത് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുകയും അതുപോലെ തന്നെ ആശയറ്റവർക്ക് ആശയം പകരുകയും ചെയ്ത ഒരു മഹാനായിട്ടുള്ള വ്യക്തിയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസും. അദ്ദേഹത്തിൻ്റെ 2 പിഞ്ചോമനകൾ, നിരപരാധികളായിട്ടുള്ള പിഞ്ചോമനകൾ, അവരൊക്കെ ആണ് കൊല്ലപ്പെട്ടത്. എന്നിട്ട് പോലും ആ ഗ്ലാഡീസ് അവർക്ക് മാപ്പ് കൊടുത്ത കുറ്റവാളികൾക്ക് മാപ്പ് കൊടുത്തു. അതിലൊരാൾ ഇപ്പോൾ ക്രിസ്തീയ സുവിശേഷകനായി മാറി എന്നുള്ളതും കൂടെ നിങ്ങൾ അറിയുന്നത് നന്നായിരിക്കും. അപ്പം ഗ്ലാഡീസിൻ്റെ ആ ക്ഷമയും ആത്മവിശ്വാസവും ദൈവസ്നേഹവും മുഖേന പകയൊഴിഞ്ഞ മിശിഹായുടെ ജീവിതം ശരിയായ രീതിയിൽ അവർ വെളിപ്പെടുത്തുകയായിരുന്നു. ലോകമെമ്പാടും അവളുടെ ഈ പ്രതികരണം ഒരു ആത്മീകവും മാനവികവുമായ പ്രതീകമായിട്ട് തുടരുകയാണ്. ഗ്രഹാം സ്റ്റെയിൻസ് കേസും ഗ്ലാഡി സ്റ്റെയിൻസും നൽകിയ പ്രതികരണവും ഇന്ത്യയിലെ മതസഹിഷ്ണുതയ്ക്കും മാനവിക മൂല്യങ്ങൾക്കുമുള്ള വലിയ പ്രതീകമായിരുന്നു. അതിൽ ജയം നേടിയത് അവരുടെ ക്ഷമയോടെയാണ്. ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ, നമുക്ക് നിമിഷപ്രിയ എന്ന വ്യക്തി കൊല്ലപ്പെടരുത് എന്നുള്ളതാണ് ആഗ്രഹം. അവർ ശിക്ഷ അനുഭവിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അവർ തെറ്റുകാരിയാണെങ്കിൽ തീർച്ചയായിട്ടും ജയിലിൽ അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ, അവിടെ തടവിലാകട്ടെ. പക്ഷേ അപ്പോഴാണെങ്കിലും ആ നിമിഷപ്രിയയുടെ മാതാവും മകളും ഒക്കെ ഒരല്പം ആശയോടുകൂടെ തൻ്റെ മാതാവ് ജീവിച്ചിരിക്കുന്ന മകളും തൻ്റെ മകൾ ജീവനോടെ ഇരിക്കുന്ന മാതാവും ചിന്തിക്കുവാനും ആശ്വസിക്കുവാനും ഇടയായിത്തീരുകയില്ലേ? അപ്പോൾ നാം ഒന്നായി കൂട്ടായി ഈ കാര്യത്തിൽ യത്നിക്കണം. ഇതിന് വിഘാതമായി പ്രചരിപ്പിക്കുന്ന എല്ലാ വീഡിയോകളും ദയവുണ്ടായിട്ട് നിങ്ങൾ പിൻവലിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തലാലിൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ കെഞ്ചുകയാണ്, നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ടും അവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ദയവുണ്ടായിട്ട് അവളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഒരു എളിയ സഹോദരൻ എന്നുള്ള നിലയിൽ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവർ തടവിൽ കിടക്കട്ടെ, പക്ഷേ മരണശിക്ഷ വിധിക്കാതിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ പ്രവർത്തിക്കണമേ. നന്ദി, നമസ്കാരം.